നമസ്കാരം, ഞാൻ അഞ്ജലി. പതിവിലും വ്യത്യസ്തമായി വളരെയധികം സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നിരിക്കുകയാണ്. 16 വർഷത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. പരിചയപ്പെട്ടാലോ? പോകാം വീഡിയോയിലേക്ക്. മേക്കപ്പ് ഒക്കെ ആയ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് പോട്ടെ, ഒരു 1 ഡേ നമ്മൾ അത്രയും സുന്ദരി അങ്ങനെ തോന്നിച്ചിട്ട് എന്ത് കിട്ടാനാ? ബാക്കി സൗന്ദര്യത്തിൽ എന്തിരിക്കുന്നു മോനെ. ഇതാ എൻ്റെ വീട്, അമ്മയുടെ തോട്ടം. ഇവിടെ ഫുൾ ഇങ്ങനെ ഔഷധ സസ്യങ്ങളാണ് കൂടുതലുള്ള. ലക്കി ഡോൾ ഞാൻ നേരത്തെ പാറ്റന്റ് എടുത്തിട്ടുള്ള സാധനം. ബോട്ടിലാണ് ഇത്, നമുക്കെല്ലാം റിമൂവ് ചെയ്യാം. എന്നിട്ട് ഡ്രസ്സൊക്കെ നമുക്ക് മാസം മന്ത്ലി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മാജിക് മൊമെന്റിന്റെ ബോട്ടിലിൽ ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. 2008 നമ്മൾ 10th പാസ് ഔട്ട് ആയത്. അപ്പോൾ 10th എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ചിത്ര. ശാരീരിക വെല്ലുവിളികളെ നിശ്ചയദാർഢ്യത്തിലൂടെ മറികടന്ന് സംസ്ഥാന പാരാ നീന്തൽ മത്സരത്തിൽ സ്വർണം നേടിയിരിക്കുകയാണ് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി. ഇപ്പോൾ CET സ്റ്റുഡൻ്റ് ആണ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഈ സെപ്റ്റംബർ 20 സ്റ്റേറ്റ് പാരാ ഒളിമ്പിക്സ് സ്വിമ്മിങ് കോമ്പറ്റീഷൻ. ഫസ്റ്റ് ടൈമാണ് ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കോച്ചുമാരെല്ലാം നല്ല, പിന്നെ വീട്ടുകാർ ഓരോ തവണയും സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെറുതായിരിക്കുമ്പോൾ തന്നെ അമ്മ ചെറിയ കുട്ടികൾ കുളിക്കാനൊക്കെ പ്രായമാകുമ്പോൾ നമ്മളെ കുളിപ്പിക്കും, പിന്നെ മുറ്റടിക്കാൻ ശീലിപ്പിക്കും. അങ്ങനെ ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് അതാത് സമയത്ത് തന്നെ അമ്മ ശീലിപ്പിച്ചിട്ടുണ്ട്. ഈ പാവക്കുട്ടിയിലെ പേറ്റന്റ് എടുക്കുക, ഇങ്ങനത്തെ പരിപാടി, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിൽ വരുന്നത്? ഞാൻ അന്നേരം ഡിസൈൻ ചെയ്ത സാധനം അങ്ങനെ 1-2 പേരെ കാണിച്ചു. അപ്പോൾ എല്ലാം കാണിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്നേരം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നേരത്തെ അഡ്മിഷൻ എടുത്തിരുന്നു, BSc മാത്സിന്. ആ മാമാണ്, അവിടുത്തെ ഒരു മാം ഇങ്ങനെ പറഞ്ഞു, മോളെ ഇത് പാറ്റന്റ് എടുക്ക്, അന്ന് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ പാറ്റന്റിലോട്ട് ആ ഒരു സമയം അത് ട്രൈ ചെയ്ത. ഞാൻ ഡിസൈൻ പാറ്റൻ്റാണ് എടുത്തേക്കുന്നത്. സൺഡേയിൽ ഞാൻ മുല്ലൂർ ബ്രാഞ്ച് അംഗവാ, അന്നേരം എന്നെ ആദരിക്കുമ്പോൾ തന്നത്. ഇത് സൺഡേ തന്നെ തൊട്ടടുത്ത ബ്രാഞ്ച് ആദരിക്കുമ്പോൾ തന്നതാ. ഇത് ഇന്നലെ എനിക്ക് കോവളം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് അച്ഛൻ ആദ്യമേ തന്നെ നഷ്ടപ്പെട്ടപ്പോഴേ ഭയങ്കര ഒരു സങ്കടം, വിഷമം ഒക്കെ ഉണ്ട്. ഇപ്പോൾ PG കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ജോബിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട്. 5 മാസമേ ആയിട്ടുള്ളൂ ശരിക്കും ഞാൻ സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ഇപ്പോഴേ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. ഭാവിയിൽ അത് വരട്ടെ, വരുന്നതിനനുസരിച്ച് നമ്മൾ നോക്കാം. നമുക്ക് പലരും പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു. കോവിഡ് വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഞാൻ ഹാൻഡിക്യാപ്ഡാണ് അങ്ങനെ വിചാരിക്കരുത്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇൻ ദ കേസ് ഞാൻ തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പലതവണ ഫെയിലാവും. അപ്പോൾ നമ്മൾ എഗെയിൻ ട്രൈ ചെയ്യുക, അപ്പോൾ വീണ്ടും എഗെയിൻ ഫെയിലായെന്നിരിക്കും. എഗെയിൻ നമ്മൾ ട്രൈ ചെയ്യുക, അപ്പോൾ നമ്മൾ സക്സസ്സിലെത്തും. പിന്നെ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾക്ക് ആയുധത്തിനേക്കാട്ടിലും മൂർച്ചയുണ്ട്. നമ്മുടെ വായിൽ നിന്ന് അറിയാണ്ടൊരു നെഗറ്റീവ് വേർഡ്സ് വീണാൽ മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ഹേർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും വേർഡ്സുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക. 8th 9th പഠിക്കുമ്പോഴത്തേന് നമുക്ക് തന്നെ അറിയാമല്ലോ, ട്യൂഷൻ ക്ലാസ്സിൽ ഒരുപാട് വർക്ക്, പിന്നെ സ്കൂളിലെ വർക്ക്. അതിനിടയിൽ അമ്മ ദിവസം അനിയന് ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കും, എന്നാലും എനിക്ക് ഡ്രസ്സ് കഴുകി തരത്തില്ല. നീ സ്വന്തമായിട്ട് ചെയ്യും. അങ്ങനെ അമ്മ എന്നെ ഓരോ കാര്യത്തിലും മോട്ടിവേറ്റ് ചെയ്തത് എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അന്ന് എനിക്ക് തോന്നിയത് അമ്മ പാർഷ്വാലിറ്റി കാണിക്കുന്നതായിട്ടാണ്. അനിയന് പ്രിഫറൻസ് കൊടുക്കുന്ന, എൻ്റെ കൈ ഇങ്ങനെ ആയിട്ട് പോലും എനിക്കൊന്നും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എന്നോടൊരു സിമ്പതിയാണല്ലോ. പക്ഷെ അമ്മയുടെ ഭാഗം, അമ്മ എന്താ എന്നെ ഇങ്ങനെ കാണുന്നത് എന്നാണ് അന്ന് ചിന്തിച്ചത്. പക്ഷെ അതിൻ്റെ ഡെപ്ത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ പുറത്ത് ഇങ്ങനെ കോളേജ് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കല്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ആയത് അമ്മ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ്. വേറെ കാര്യമില്ല, ഇപ്പം തന്നെ എനിക്ക് പലയിടത്തും നമുക്ക് കൺസിഡറേഷൻ കിട്ടേണ്ടിടത്തൊന്നും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്തടത്ത് ഒരുപാടടുത്ത് കിട്ടുന്നുണ്ട്. ലൈഫിൽ നമുക്കൊരു ജോബ് സെക്യൂർ ആയിട്ട് ഇരിക്കണം. ഹാൻഡിക്യാപ്ഡിൻ്റെ വാക്കൻസി ട്രേഡ്സ്മെൻ ട്രേഡ്സ് ഇൻസ്പെക്ടർ ഒക്കെ റിപ്പോർട്ട് ചെയ്തു. അവർ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടും ഇതുവരെ അതിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. നിയമനം തന്നെ കൃത്യമായിട്ട് ഹാൻഡിക്യാപ്ഡിൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല. അവർക്ക് മറ്റുള്ള കുട്ടികളുടെ ഒപ്പം എത്താൻ വേണ്ടി കൊടുക്കേണ്ടത് എക്സ്ട്രാ ടൈമാണോ, എക്സ്ട്രാ കെയർ ആണോ, എന്താണ്? അവരെ കൊണ്ട് സ്വന്തമായി ട്രൈ ചെയ്യും. അവർ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് പറ്റിയില്ല എന്ന് തോന്നുന്നു, അവരുടെ നിസ്സഹായാവസ്ഥ നമുക്കത് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ സ്വന്തമായിട്ട് കയ്യോ സ്വന്തമായിട്ട് എഴുതും. 10th ക്ലാസ്സിൽ എഴുതും. അപ്പോൾ ഞങ്ങൾക്ക് അതിശയമാണ് കേട്ടോ, എങ്ങനെ അവളത്. ഞാൻ നേരത്തെ എഴുതി തുടങ്ങിയിരുന്നു. ഞാൻ LKG മുതലേ എഴുതി തുടങ്ങിയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ്മാരെല്ലാം സപ്പോർട്ട് ചെയ്യും, കുഴപ്പമില്ല. ആദ്യമൊക്കെ സ്പീഡ് കുറവായിരുന്നു, പിന്നെ അങ്ങ് ഒരു 3-4 ക്ലാസ്സൊക്കെ ആയപ്പോൾ ആസ് യൂഷ്വൽ ക്ലാസ്സിൽ എല്ലാവരും എഴുതുന്ന പോലെയായി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി ഒരുപാട് പത്ര കട്ടിങ്ങൊക്കെ കാണാൻ പറ്റട്ടെ.